മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ സിനിമകൾ വിലക്കിയ കേന്ദ്ര നടപടിയിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. IFFK കേന്ദ്ര സർക്കാർ ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേൽ കടന്നുകയറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 19 സിനിമകൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ചുകൊണ്ട് ഈ മേളയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള ഒരു കടന്നുകയറ്റം. അതിൻ്റെ ഫലമായി ആദ്യ ദിവസങ്ങളിൽ 10ഓളം സിനിമകളുടെ പ്രദർശനം റദ്ദാക്കേണ്ടി വന്നു. അങ്ങേയറ്റം അപഹാസ്യമായ തീരുമാനങ്ങളായിരുന്നു കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റേത്. ഉദാഹരണത്തിന് ബീഫ് എന്ന പേരിലുള്ള സ്പാനിഷ് സിനിമയുടെ പ്രദർശന അനുമതി അവർ നിഷേധിച്ചു. എന്താണ് കാരണം? ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ. എന്നാൽ ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി സിനിമയ്ക്ക് പുലബന്ധം പോലും ഇല്ലായിരുന്നു. കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. മേളയിൽ സിനിമകൾ വിലക്കിയ കേന്ദ്ര നടപടിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. IFFK കേന്ദ്ര സർക്കാർ ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നുവെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേൽ കടന്നു കയറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.